വെൽക്കം ടു കൊണ്ടാട്ട വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളും കാര്യങ്ങളായിട്ട് നമുക്ക് കർട്ടനുകൾ ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ജനലകളൊക്കെ നല്ല മാറാമ്പലയും കാര്യങ്ങളൊക്കെ പിടിക്കാണ്ട് ഒരുപാട് നാളിരിക്കാനുള്ള ടിപ്പുകളൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നല്ല നീളത്തിൽ അങ്ങ് നൂലെടുക്കുക. നൂലില്ലെങ്കിൽ വള്ളി എന്തെങ്കിലും മതി കേട്ടോ. തുണിയുടെയൊക്കെ നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതൊക്കെ ഉണ്ടാവില്ല, അത് നല്ല നീളത്തിലുള്ള വള്ളി എടുക്കുക. നൂലാണെങ്കിൽ ഒരു 3-4 മടക്കെട്ടിച്ചിട്ട് കട്ടിയിൽ അങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ ഇങ്ങനെ കർട്ടൻ്റെ ആ റൗണ്ട് ആയിട്ടുള്ള റോഡിലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂലിന് നമ്മൾ കയറ്റി അങ്ങ് വിടാണ്. അങ്ങനെ ഈ എല്ലാം, അതായത് ഇപ്പോൾ നമ്മൾ എത്ര ഒരു 4 എണ്ണോ 3 എണ്ണോ ഇതൊക്കെ നമ്മൾ ഒരു ജനലയുടെ അവിടെ ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഈ കർട്ടനുകളെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലിട്ടിട്ട് നമ്മൾ അങ്ങ് കെട്ടാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അങ്ങായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് അലക്കുമ്പോഴായാലും ഇപ്പോൾ മെഷീനിൽ അലക്കുന്നവരുണ്ടാവും, അല്ലാണ്ടും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മെഷീനിലിടുമ്പോൾ ഇത് എല്ലാം കൂടി ആകെ കുഴഞ്ഞ് മറഞ്ഞൊരു പരുവായിട്ട് അങ്ങ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കുഴയാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കെട്ടിയിട്ട് അങ്ങ് ഇട്ടാൽ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതേപോലെ ഓരോ വിൻഡോയുടെ കർട്ടനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല കേട്ടോ, ഒരേപോലത്തെ കളറിലുള്ള കർട്ടനൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം മടക്കി അതങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇളം ചൂടുവെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയും കൂടി, നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത്. ഇനിയിപ്പോൾ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 2 സ്പൂൺ ഇതേമാതിരി തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കർട്ടനെ അതിനകത്തോട്ട് മുക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കല്ലുമിട്ടായാലോ ഒന്നും ഉരക്കിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിങ്ങനെ മുക്കി ഒരു അരമണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കർട്ടനിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ചുമ്മാ അങ്ങ് നമുക്ക് അരമണിക്കൂറിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ അങ്ങ് കഴുകി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇളം ചൂടായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കൈ കൊണ്ട് തന്നെ മറച്ചിടാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കൈ പൊള്ളൊന്നുമില്ല, ഇളം ചൂടാണല്ലോ. ഇനി നമ്മൾ നോക്കുമ്പോൾ അതങ്ങോട്ട് കറക്റ്റായിട്ട് മുങ്ങി കിടക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഒന്ന് മുങ്ങിക്കിടക്കുന്ന ലെവലിലേക്ക് നമുക്ക് അതിനെ ആക്കാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഇതുകളൊക്കെ ഇങ്ങനെ ഇളകി തുടങ്ങി കേട്ടോ. ആ പൊടിയും കാര്യങ്ങളൊക്കെ അഴുക്കുള്ള കൂടുതൽ നമ്മുടെ കർട്ടനിൽ ഉണ്ടാവാം. അപ്പോൾ കണ്ട വെള്ളത്തിൻ്റെ കളറ് വ്യത്യാസം വന്നു. അപ്പോൾ അത് അവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കർട്ടൻ ഊരി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജനലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കർപ്പൂരല്ലേ, നമ്മൾ കത്തിക്കാനൊക്കെ എടുക്കുന്ന കർപ്പൂരം അതെടുക്കുക. അതെന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഈ വെള്ളത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കുക. എന്നാലാണ് അത് വെള്ളത്തിലോട്ടൊന്ന് അലിഞ്ഞ് നല്ല സെറ്റ് ആവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി, ഈ ചെറുനാരങ്ങയുടെ പകുതിയും കൂടി നമുക്ക് മുറിച്ചിട്ട് നല്ല പോലെ പിഴിഞ്ഞ് ഈ വെള്ളത്തിലോട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഇല്ലേ, അതായാലും മതി കേട്ടോ. അതാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി, ചെറുനാരങ്ങ ഇല്ലാത്തവർ. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒരു സ്പ്രേയുടെ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അരിച്ചപ്പോൾ അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ആ ചെറുനാരങ്ങയുടെ അല്ലിയുടെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയിട്ട് അരിച്ച് ഒരു സ്പ്രേയുടെ ബോട്ടിലേക്ക് ആക്കിയിട്ടതേ അടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു തുണി വെച്ചിട്ട് അങ്ങ് തുടയ്ക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ജനലയുടെ അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറാലകൾ, കുഞ്ഞു പ്രാണികളും ഈ അതേമാതിരി പല്ലിയും ഇതൊക്കെ, അതായത് കർട്ടൻ്റെ മറവിലാണ് ഇവരൊക്കെ സങ്കേതം ഉണ്ടാവുക, ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവറ്റങ്ങൾക്ക് ഒന്നോടെ ഇരിക്കാൻ പറ്റില്ല. ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലായാലും നമ്മുടെ നാരങ്ങ ആയിക്കോട്ടെ വിനാഗിരി ആയിക്കോട്ടെ അതിൻ്റെ സ്മെല്ല് ഇവറ്റങ്ങൾക്ക് പറ്റില്ല. കൊതുകിനായാലും പല്ലിക്കായാലും കുഞ്ഞു കുഞ്ഞു പ്രാണികൾക്കും ചിലന്തികൾക്കും ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംഭവം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇങ്ങനെ മാറാലയും കാര്യങ്ങളൊക്കെ കിട്ടും. പല്ലിയൊക്കെ അവിടെ വന്നിരുന്ന് ആകെ വൃത്തികേടാക്കി വയ്ക്കും അല്ലേ. പക്ഷേ ഇങ്ങനെ ഇത് വെച്ച് നമ്മൾ തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഞാൻ പറയാം ഒരു മാസത്തോളം, ഒരു 3-4 ആഴ്ച, ഒരു മാസത്തോളം നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ട. അപ്പോൾ നമ്മൾ ജനലുകളുടെ കമ്പിയും കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഗ്ലാസ്സുകളും ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രേ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെടുക്കുന്നത്
കടലാസാണ്, ന്യൂസ് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പർ വെച്ച് എപ്പോഴും ഗ്ലാസ്സുകൾ തുടയ്ക്കാൻ നല്ല സൂപ്പറാണ്. വെറുതെ നമ്മൾ വെള്ളം മുക്കി തുടച്ചാലും നല്ലതാണ്. അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ അതും ഇനി പാറ്റയും പല്ലിയും കാര്യങ്ങളൊന്നും വരില്ല. മറ്റേ മാറാലൊക്കെ ഉണ്ടാക്കുന്ന ചിലന്തികളില്ലേ, അവരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. നല്ലപോലെ ഇതാവും കേട്ടോ. അതേ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സുഖമായിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും കർപ്പൂരം വളരെ നല്ലതാണ്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ കുറച്ച് ടിപ്പുകൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ നേരം കൊണ്ട് നമ്മുടെ ഇതൊക്കെ നല്ലപോലെ കുതിർന്ന് അഴുക്കൊക്കെ ഇളകി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കർട്ടൻ. അതിൻ്റെ കളറ് കണ്ടോ, കളർ ഇളകിക്കുന്നല്ലാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വെള്ളത്തിൻ്റെ കളറ് നല്ല ആ പൊടിയും അഴുക്കുമാണ് ആ കളറ് കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വേറെ കുതിർത്തെ കാര്യങ്ങളോ വേറെ കുത്തിത്തിരുമ ഇനിയിപ്പോൾ ടൊരയ്ക്കോ ഒന്നും വേണ്ട. അതിൻ്റെ എല്ലാം അഴുക്കുകൾ ഇളങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ നല്ല പോലെ അങ്ങോട്ട് കഴുകി അങ്ങ് എടുത്താൽ മാത്രം മതി. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഇനി അത് കാണിക്കണ്ടല്ലോ. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതാ ഉണക്കാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കെട്ടിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളെ കെട്ടിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ കെട്ടോടുകൂടി തന്നെയാണ് ആൾ ഉണങ്ങാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണക്കാനിടുമ്പോൾ നമ്മൾ അതിൻ്റെ അകവും പുറമുണ്ടാവുമല്ലോ. അപ്പോൾ അകം ഭാഗമായിട്ടിടുക. അപ്പോൾ ഇങ്ങനെ വെയിൽ കൊണ്ടിട്ടുള്ള മങ്ങൽ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ കെട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ കെട്ടാവുമ്പോൾ അത് ഉണങ്ങൂലേ പെട്ടെന്ന്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നല്ല സൂപ്പറായിട്ട് അത് ഉണങ്ങിക്കോളും. ഇപ്പം എന്തായാലും നല്ല വെയിലും കാര്യങ്ങളാണല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ഉണങ്ങി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നേരെ നമുക്ക് കർട്ടൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കാൻ നേരത്ത് നമ്മുടെ ആ കെട്ട് അങ്ങനെ തന്നെ ഉള്ളതിനോണ്ട് നമ്മളിനി കർട്ടനുകൾ ഓരോന്നായിട്ട് ഫ്ലീറ്റ് എടുക്കണ്ട. ഫ്ലീറ്റ് ഇങ്ങനെ പിടിച്ച് ഓരോന്ന് തപ്പി പിടിക്കാനൊന്നും നിൽക്കണ്ട. സിമ്പിളായിട്ട് ആ കെട്ടൊന്ന് പതുക്കൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് അതങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആളവിടെ നല്ല സെറ്റായിട്ട് അങ്ങ് കിടന്നോളും. അപ്പോൾ നമ്മൾ കർട്ടനുകൾ എന്തായാലും അലക്കാനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിഴിയുമൊക്കെ അതിൽ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് അയൺ ചെയ്തിട്ടിടാണെങ്കിൽ നല്ല ഭംഗിയോടുകൂടി കർട്ടൻ കിടക്കും ചെയ്യും. അത് നമ്മുടെ വീടിന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് അങ്ങ് കയറ്റിയിട്ട് അതിന് ശേഷം അതിൻ്റെ ആ നൂലങ്ങ് വലിച്ചെടുത്തു. അപ്പോൾ പണി നല്ല എളുപ്പമായില്ലേ. അപ്പോൾ ഇത് അറിയുന്ന ഒരുപാട് പേരുണ്ടാവുമായിരിക്കാം, അറിയാത്തവർക്കാണ് കേട്ടോ ഞാനിതെല്ലാം ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്ന കാര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ കർട്ടനൊക്കെ നല്ല സെറ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്പുകൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.